കേരളത്തിലെ ആക്രി ബിസിനസ് കൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് നഷ്ടമാകുന്ന ഒരു ദിവസം 200 കോടി രൂപയാണ്. മന്ത്ലി എടുക്കുകയാണെങ്കിൽ 6000 കോടി രൂപ. 6000-ന് എത്ര പൂജയോടെ നിങ്ങൾക്കറിയാലോ. ഇത് ആരുടെ പൈസയാണ്? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി GST അടയ്ക്കുന്നതും ഇൻകം ടാക്സും അടയ്ക്കുന്ന പൈസയാണ്. ഈ ബിസിനസ് ചെയ്യുന്നവർ വീടും സ്ഥലവും ഒന്നും ഇല്ലാത്തവരുടെ പേരിൽ ഒരു GST എടുത്തിട്ട് ലോഡ് പോകുമ്പോൾ, അതായത് സ്ക്രാപ്പ് ലോഡ് പോകുമ്പോൾ അവരതിൽ ബില്ലടിക്കും. ഒരു ലോറിയിൽ മിനിമം സ്ക്രാപ്പിൻ്റെ GST എമൗണ്ട് വരുന്നത് 60,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. അത് ഇവർ ഫയൽ ചെയ്യത്തില്ല. ഈ 1 ലക്ഷം രൂപ ഈ ബിസിനസ് ചെയ്യുന്നവർ അവരുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുക്കും. അവർ GSTയും ഫയൽ ചെയ്യത്തില്ല. അപ്പോൾ ഗവൺമെൻറ് നഷ്ടം വരുന്ന ഒരു ലോഡിന് 1 ലക്ഷം രൂപയാണ്. ഈ സ്ക്രാപ്പ് ഇടുന്ന കമ്പനികളാണ് ഈ വ്യക്തികൾക്ക് പൈസ കൊടുക്കുന്നത്. ഈ കമ്പനികൾക്ക് ഇത് ഫയൽ ചെയ്താൽ മാത്രമേ ഗവൺമെൻറ്റിൽ നിന്ന് ഈ 1 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. കമ്പനി ഇത് ഫയൽ ചെയ്യും. പക്ഷേ ഈ വ്യക്തികൾ ഒരിക്കലും ഫയൽ ചെയ്യത്തില്ല. അവർ ഈ 1 ലക്ഷം രൂപ കമ്പനിയിൽ തരുന്നത് പേഴ്സണലായിട്ട് എടുക്കും. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ലോഡിന് 1 ലക്ഷം രൂപ പോകും. ഇങ്ങനെ ഒരു ദിവസം 15,000 മുതൽ 20,000 ലോഡ് വരെയാണ് കേരളത്തിൽ നിന്ന് സ്ക്രാപ്പ് ലോഡായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഇങ്ങനെ എത്ര ലോഡ് പോകുന്നു. അപ്പോൾ ഒരു ദിവസം തന്നെ കേരളത്തിൽ നിന്ന് 200 കോടിയാണ് നഷ്ടം. ഇനി നിങ്ങൾക്കൊരു കാര്യം ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ക്രാപ്പ് ലോറിക്കകത്ത് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ ആ നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള GST ഓഫീസറിൽ വിളിച്ചിട്ട് ആ നമ്പർ കൊടുത്തു നോക്കാം. അപ്പം GST ഓഫീസർക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ ആണോ അതോ ഫേക്ക് GST ആണോ.